ഇല്ല, അവരുടെ തലക്കേറ്റ വലിയ അടിയാണല്ലോ ബജറംഗ് ദളിന്റെ. അതുകൊണ്ട് അവരൊന്നും ഈ പരിസരത്തില്ല. അവർക്കിന്ന് സങ്കടത്തിന്റെ ദിവസമായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസം സെഷൻസ് കോടതി ഈ കന്യാസ്ത്രീകളുടെ ജാമ്യ ഹർജി തള്ളിയപ്പോൾ വലിയ ആഹ്ലാദ പ്രകടനമായിരുന്നു ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ അവിടെ നടത്തിയത്. എന്തായാലും എനിക്കൊരു പ്രതികരണത്തിലേക്ക് കൂടി പോകാം. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ എം പിമാരുണ്ട്. എന്താ പറയുന്നത് കന്യാസ്ത്രീകൾ? ഞാനിപ്പോ കന്യാസ്ത്രീയെ കണ്ട അവരുടെ കണ്ണിലൂടെ ആനന്ദാശ്രു വരുവാണ്. അതായത് എനിക്കും സത്യം പറഞ്ഞ വികാരം തടഞ്ഞു നിർത്താൻ പറ്റുന്നില്ല. നീതിക്ക് വേണ്ടിയുള്ളൊരു പോരാട്ടമാണ്. പക്ഷേ ഇതിലൊരു പ്രശ്നമുള്ളത്, കേരളത്തിലെ 2 കന്യാസ്ത്രീകൾ മലയാളികളായിട്ടുള്ള 2 പേർ അറസ്റ്റിലായത് കൊണ്ടാണ് ഇവിടെ ഛത്തീസ്ഗഡ് ജയിലിന് മുന്നിൽ ഇങ്ങനെ ആളുകൾ നിൽക്കുകയും വലിയ നിയമ പോരാട്ടം നടക്കുകയും ചെയ്തത്. ഇവിടെ വർഷങ്ങളായി സമാന അവസ്ഥയാണ്. ആര് ഭരിച്ചാലും, BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും. 2022-23 കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നാരായൺപൂരിൽ 100 ആയിരക്കണക്കിന് ആദിവാസികളുടെ വീട് കത്തിച്ചാമ്പല കോൺഗ്രസാ ഭരിച്ചിരുന്നു. അന്ന് ഞങ്ങളുടെ പ്രതിനിധി സംഘം ഇവിടെ വന്നിരുന്നു, സഖാ ബൃന്ദ കാരാട്ടിന്റെ നേതൃത്വത്തിൽ. ആ നാരായൺപൂരിൽ നിന്ന് വന്ന 3 പെൺകുട്ടികളാണ്. ആ 3 പെൺകുട്ടികളെ ജോലിക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. ഇപ്പം ഞങ്ങള് കന്യാസ്ത്രീകളെ ജോസ് കെ മാണിയും ഞാനും സന്തോഷം കൂടി 2ാം വട്ടം കണ്ടു. രാവിലെ ഞങ്ങൾ കണ്ടപ്പോഴാണ് അവര് ഈ കോടതി നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അല്ലെങ്കിൽ അവർ അറിയില്ലായിരുന്നു എന്താ നടക്കുന്നത്, അവർക്ക് അറിയില്ല പുറം ലോകത്ത് നടക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു 11-11:30 വിധി വരുന്നവരെ ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഞങ്ങൾ നിങ്ങളെ കാണും. കണ്ടു കഴിഞ്ഞപ്പോൾ അവർ 2 വാചകം പറഞ്ഞു, സത്യം ജയിച്ചു. അതിനുശേഷം സിസ്റ്റർ ഒരു ബൈബിളിലെ വചനം കൂടി പറഞ്ഞു. എന്താ? ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു, അവിടുന്ന് ചെവി ചായിച്ച് എന്റെ നിലവിളി കേട്ടു. സങ്കീർത്തനങ്ങൾ 40. ഞാനൊന്ന് വായിച്ചോട്ടെ. അത് വായിച്ചു. ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു, അവിടുന്ന് ചെവി ചായിച്ച് എന്റെ നിലവിളി കേട്ടു. സങ്കീർത്തനങ്ങൾ 40. അദ്ദേഹം അവിടുന്ന് ചെവി ചായിച്ച് എന്റെ സങ്കടം കേട്ടു എന്ന് കന്യാസ്ത്രീകൾ പറയുന്നു. കന്യാസ്ത്രീകൾ 2 മണിക്ക് ആ കവാടം കടന്ന് പുറത്തു വരുന്ന കാഴ്ചയ്ക്കായി നമ്മളിവിടെ കാത്തു നിൽക്കുകയാണ്. എന്തായാലും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കന്യാസ്ത്രീകൾക്ക് വേണ്ടി നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇടപെട്ടു എന്നത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ട് ഇവർ ജയിലിലേക്ക് പോകേണ്ടി വന്നു എന്നതിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. ആ ചോദ്യം നിലനിൽക്കുന്നുമുണ്ട് ഇപ്പോഴും എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം.